ആറ്റുനൂറ്റുണ്ടായിരുണ്ണി അമ്മ കാത്തു കാത്തുണ്ടായിരുണ്ണി. രണ്ടുപേരും കൂടി പാടും. ഈ വളരെ കുറച്ച് ആക്ടിവിറ്റികൾ മാത്രമേയാണ് ബ്രെയിനിലെ എല്ലാ പോയിന്റ്സും ട്രിഗർ ചെയ്യുന്നുള്ളൂ. അതിലൊരു ആക്ടിവിറ്റിയാണ് മ്യൂസിക്. നമ്മുടെ നമ്മളൊരു കാര്യത്തിന് വേണ്ടി പരിശ്രമിച്ചുകൊണ്ട് നടക്കുകയാണ്. പരിശ്രമം ഊണുമില്ല ഉറക്കവുമില്ല, ആ കാര്യം മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് നമ്മൾ അതിൽ ഇരിക്കില്ല. അതിനാണ് നമ്മളൊരു അപ്ബീറ്റ് മ്യൂസിക് കേട്ട് കഴിഞ്ഞാൽ നമ്മൾ അറിയാതെ തന്നെ ഡാൻസ് കളിക്കും. ഇങ്ങനെ നമ്മുടെ കൈ പോകുന്നത് നമ്മൾ അറിഞ്ഞിട്ടല്ല, നമ്മൾ മനഃപൂർവ്വം ചെയ്യുന്നതല്ല, അറിയാതെ. എൻ്റെ അച്ഛനെന്നെ അമ്മയൊക്കെ നല്ല തല്ലിയിട്ടുണ്ടോ ചെറുപ്പത്തിൽ, ടോണ് മാറി. അതേ മാറിയിട്ട് എൻ്റെ അച്ഛനമ്മേനെ നല്ല തല്ലിയിട്ട് വളർത്തി, ദേഷ്യം ടോണ് മാറി. ഇനി അത് മാറിയിട്ട് എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ തല്ലുകൊണ്ട് എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ ഫോൺ എടുത്തിട്ട് നമുക്ക് അപ്പുറത്ത് ഉള്ള ആള് നമ്മുടെ അമ്മയാന്നുള്ളത് പെട്ടെന്ന് മനസ്സിലാവും ആ സൗണ്ട് കേൾക്കുന്ന സമയത്ത്. പക്ഷെ വേറൊരാളും അതേ പിച്ചിൽ തന്നെ അതേ വോള്യത്തിൽ തന്നെ ജോബിഷ എന്ന് വിളിച്ചാൽ നിനക്ക് റെക്കഗ്നൈസ് ആവും അത് അമ്മയല്ല വേറൊരാളാണെന്നുള്ളത്. സമ്മർ ഇബ്രാഹിമിൽ സുരേഷ് ഗോപി മറ്റേ പാട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് പശുക്കൾക്ക് അധികം പാല് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പൊ അത് ഇതിന്റെ ഒരു എക്സാമ്പിൾ മാത്രമാണ്. ഇങ്ങനെ പാട്ട് പാടി ഇരുന്നാൽ മതിയോ മോനെ? നമുക്ക് തുടങ്ങാം. ഇന്നത്തെ വീഡിയോ പാട്ടിന്റെ വീഡിയോ ആണ്. അതെ, സ്വല്പം മ്യൂസിക്കാവും. ഓക്കെ, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മ്യൂസിക്. മ്യൂസിക്കിൻ്റെ പിന്നിലുള്ള സയൻസ്, മ്യൂസിക് എങ്ങനെ ഇവോൾവ് ചെയ്ത് വന്നു, ഓരോ ടൈപ്പ് മ്യൂസിക് കേൾക്കുമ്പോൾ നമ്മൾക്ക് വരുന്ന ഇമോഷൻസിൻ്റെ ചേഞ്ച് എങ്ങനെ സംഭവിക്കുന്നു. ചില മ്യൂസിക് കേൾക്കുമ്പോൾ നമ്മൾ മോട്ടിവേറ്റഡ് ആവും, ചില മ്യൂസിക് കേൾക്കുമ്പോൾ നമ്മൾ കരയും, ചില മ്യൂസിക് കേൾക്കുന്ന സമയത്ത് നമുക്ക് നമ്മുടെ ബ്രേക്കപ്പിനെ പറ്റി ഓർമ്മ വരും, ഓരോ ആളുകളെ പറ്റിയൊക്കെ ഓർമ്മ വരും. ഇതെങ്ങനെയാണ് ബ്രെയിനിൽ സംഭവിക്കുന്നത് എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ ഡിസ്കഷൻ. നമ്മളെല്ലാവരും കോളേജ് കാലഘട്ടത്തിൽ പഠിക്കുന്ന സമയത്ത് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയിലൊക്കെ വർക്ക് ചെയ്ത ആൾക്കാരായിരിക്കാം 90% ആൾക്കാർ. അന്നൊക്കെ നമ്മൾ സമരം ചെയ്യാൻ പോയിട്ടുണ്ടാവും. അന്ന് സമരം ചെയ്യാൻ പോകുന്ന സമയത്ത് നമ്മളെല്ലാവരും കൂടി ഒരുമിച്ച് ചുമ്മാ നടന്നു പോകണോ ചെയ്യാം? അല്ല, ഒരു മുദ്രാവാക്യം വിളിക്കും. ഫ്രണ്ടിൽ പോകുന്ന ഒരു ലീഡർ ഒരു മുദ്രാവാക്യം വിളിച്ചിട്ട് അതെല്ലാവരും ഏറ്റുപാടും. നമുക്ക് എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന വള്ളംകളി. അവർ ആ മത്സരത്തിന് പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എല്ലാവരും കൂടെ ഒരേ താളത്തിലൊരു വഞ്ചിപ്പാട്ട് പാടി മുന്നോട്ട് പോകും. അപ്പോൾ ആ ഒരു പ്രോസസ്സിന് അത് ഈസിയാക്കും. ഇനി അതും അല്ലെങ്കിൽ നമ്മൾ തടിയൊക്കെ വലിയ ലിഫ്റ്റ് ചെയ്യുന്ന ആൾക്കാർ ഒരുമിച്ച് ഹൈലസാന്നൊക്കെ പറഞ്ഞിട്ടൊരു താളത്തിൽ അത് ചെയ്യാം. അപ്പം ഇത് എന്തുകൊണ്ടാണ് എങ്ങനെ ചെയ്യുന്നത്? അതാണ് മ്യൂസിക്കിൻ്റെ ഉത്ഭവം. വൈ ദേ ആർ ഡൂയിങ്. ഇതൊരു ട്രഡീഷൻ്റെ ഭാഗമായിട്ട് ചെയ്തു വന്ന കാര്യമല്ല. ഇതിന് പിന്നിലൊരു പ്യുവർ ലോജിക്കൽ എക്സ്പ്ലനേഷൻ ഉണ്ട്. ഈ ഓരോ കാര്യങ്ങളും നമ്മൾ മ്യൂസിക് പ്രൊഡ്യൂസ് ചെയ്തിട്ട് ഈ ഒരു പ്രോസസ്സിന് ഈസി ആക്കുന്നത് എവല്യൂഷനുമായിട്ട് ഭയങ്കര കണക്റ്റഡ് ആണ്. ചാൾസ് ഡാർവിൻ എന്ന് പറഞ്ഞിട്ട് എല്ലാവർക്കും അറിയുന്ന എവല്യൂഷനെ പറ്റി ഏറ്റവും കൂടുതൽ സ്റ്റഡി നടത്തിയ ഒരാളാണ്. അദ്ദേഹം ആക്ച്വലി മ്യൂസിക്കിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നത്, ഡിഫെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്, മ്യൂസിക് എന്ന് പറയുന്നത് സെക്ഷൽ സെലക്ഷന് വേണ്ടി മെയ്റ്റ്സ് യൂസ് ചെയ്തിരുന്നതാണ്, ഒരു ഇണയനെ ആകർഷിക്കാൻ വേണ്ടിയിട്ടാണെന്നാണ് പറഞ്ഞത്. പക്ഷെ അത് അങ്ങനെയല്ല. സോഷ്യൽ ബോണ്ടിങ്ങിന് വേണ്ടിയിട്ടാണ് മ്യൂസിക് ഇവോൾവ് ആയത് എന്നുള്ളതാണ് പിന്നീട് കാലം തെളിയിച്ചത്. ആ സോഷ്യൽ ബോണ്ടിങ് ആണ് ഞാനിപ്പോൾ ഈ പറഞ്ഞ എല്ലാ എക്സാമ്പിൾസും. ഒരു കോളേജിൽ കുറേ കുട്ടികൾ ചേർന്ന് മുദ്രാവാക്യം വിളിച്ച് യൂണിയനായി മുന്നോട്ട് പോകുന്നതും, എന്ത് സമരമാണെങ്കിലും സ്ട്രൈക്ക് ആണെങ്കിലും ഒരു സ്ലോഗണും മാർച്ചൊക്കെ വരുന്നത് ഒരു യൂണിയനെയാണ് അവിടെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ വഞ്ചിപ്പാട്ടായാലും ഒരു യൂണിയനാണ്, കുറേ ആൾക്കാരുടെ കളക്ഷനാണ്. ഇത് പണ്ട് മുതൽ ഇവോൾവായി വന്നതാണ്. ഭാഷേനെക്കാട്ടിലും പഴക്കമുണ്ട് ഈ മ്യൂസിക്കിന്. നമുക്കറിയാം സർവൈവ് ചെയ്യണമെങ്കിൽ ഒരു ഗ്രൂപ്പായിട്ട് നിൽക്കണം എന്നുള്ളത്. ആ ഗ്രൂപ്പായിട്ട് നിൽക്കാൻ മ്യൂസിക് ഒരു സോഷ്യൽ ഗ്ലൂ ആയിരുന്നു. ഈ സോഷ്യൽ ഗ്ലൂ ആയിട്ടുള്ള മ്യൂസിക്കാണ് ട്രൈബ്സിനെ തമ്മിൽ അറ്റാച്ച് ചെയ്ത് നിർത്തിയിട്ടുണ്ടായിരുന്നത്. ഒരു ട്രൈബ് ഉണ്ട് ഇവിടെ, വേറൊരു ട്രൈബ് ഉണ്ട്. ഇത് രണ്ടും കൂടെ അറ്റാക്ക് ആവുന്ന സിറ്റുവേഷൻ ആവുന്ന സമയത്ത് വാർ ഡ്രം ഒക്കെ വെച്ചിട്ട് ഇവർ സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യും. ഈ സൗണ്ട് ആക്ച്വലി പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഈ ട്രൈബിലുള്ള എല്ലാ ആൾക്കാരെയും ഒരുമിച്ച് നിർത്താനാണ്. നമ്മുടെ ബ്രെയിനിനൊരു പ്രത്യേക ആക്ടിവിറ്റി ഉണ്ട്, നമ്മളുടെ റിഫ്ലെക്സ് റിയാക്ഷൻ എന്ന് പറയും. നമ്മൾ പോലും അറിയാതെ സബ് കോൺഷ്യസ്ലി നമ്മൾ കേൾക്കുന്ന മ്യൂസിക്കിൻ്റെ താളത്തിനനുസരിച്ചിട്ട് നമ്മുടെ ഹാർട്ട് ബീറ്റ് റേറ്റ് ലിഫ്റ്റ് ആവും, നമ്മുടെ ബ്രീത്തിങ് റേറ്റ് സിങ്ക് ആവും. അത് നമ്മൾ പോലും അറിയുന്നില്ല. നമ്മളൊരു അപ്ബീറ്റ് മ്യൂസിക് കേട്ട് കഴിഞ്ഞാൽ നമ്മൾ അറിയാതെ തന്നെ
ഇങ്ങനെ നമ്മുടെ കൈ പോകുന്നത് നമ്മൾ അറിഞ്ഞിട്ടല്ല, നമ്മൾ മനഃപൂർവ്വം ചെയ്യുന്നതല്ല, അറിയാതെ നമുക്ക് സംഭവിക്കുന്നതാണ്. ഈ സബ് കോൺഷ്യസ് ആക്ടിവിറ്റീനെ ആൾട്ടർ ചെയ്ത് അതെങ്ങനെ ഒരു യൂണിയനിൽ പ്രവർത്തിപ്പിക്കാം എന്നുള്ളതിൻ്റെ റിസൾട്ടാണ് ഞാൻ ഈ പറഞ്ഞ എല്ലാ എക്സാമ്പിൾസും. അപ്പോൾ ആ ഗ്രൂപ്പിലുള്ള എല്ലാ ആൾക്കാരുടെയും ഹാർട്ട് ബീറ്റ് റേറ്റും ബ്രീത്തിങ്ങും ഒരേപോലെ സിങ്ക് ആവും. അപ്പോൾ അതൊരു യൂണിയൻ പോലെ ക്ലബായി ഒരു ആക്ടിവിറ്റി ആയിട്ട് മുന്നോട്ട് പോകും. അതാണ് മ്യൂസിക്കിൻ്റെ പവർ. ഇനി ഞാൻ പറയാൻ പോകുന്നത്, ഒരു മ്യൂസിക് കേൾക്കുന്ന സമയത്ത് നമ്മളുടെ ബ്രെയിൻ അതിനെ എങ്ങനെയാണ് പ്രോസസ് ചെയ്യുന്നത് എന്നുള്ളതാണ്. 3 പാർട്സാണ് ബ്രെയിനിൽ മ്യൂസിക്കിനെ പ്രോസസ് ചെയ്യുന്നത്. അതിന് മുന്നേ പറയാനുള്ളത്, വളരെ കുറച്ച് ആക്ടിവിറ്റികൾ മാത്രമേ ആണ് ബ്രെയിനിലെ എല്ലാ പോയിൻറ്റ്സും ട്രിഗർ ചെയ്യുന്നുള്ളൂ. അതിലൊരു ആക്ടിവിറ്റിയാണ് മ്യൂസിക്. നമ്മുടെ ബ്രെയിനിൻ്റെ ലെഫ്റ്റ് ഹെമിസ്ഫിയറും 2 ഹെമിസ്ഫിയർ ഉണ്ട്, ലെഫ്റ്റും റൈറ്റും. ലെഫ്റ്റ് ഹെമിസ്ഫിയറും റൈറ്റ് ഹെമിസ്ഫിയറും ഒരുമിച്ച് ഒരേപോലെ ആക്ടിവേറ്റ് ആവുന്ന മ്യൂസിക് കേൾക്കുമ്പോഴാണ്. ഇതെങ്ങനെ വർക്ക് ആവുന്നതെന്നുണ്ടെങ്കിൽ, ഓഡിറ്ററി കോർട്ടെക്സ് എന്ന് പറഞ്ഞിട്ട് ഒരു പാർട്ടുണ്ട്. ആ പാർട്ട് നമ്മളൊരു മ്യൂസിക് കേൾക്കുന്ന സമയത്ത് ഈ മ്യൂസിക്കിനെ 3 പാർട്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യും. പിച്ച്, ആംപ്ലിറ്റ്യൂഡ്, ടാമ്പർ. ഈ പിച്ചും ആംപ്ലിറ്റ്യൂഡും ടാമ്പറും എന്താണെന്ന് ഞാൻ പറയാം. അത് കഴിഞ്ഞ് വരുന്ന പാർട്ടാണ് സെറിബെല്ലം. സെറിബെല്ലാണ് നമ്മുടെ ഹാർട്ടിൻ്റെ ബീറ്റ് റേറ്റും നമ്മൾ ബ്രീത്ത് ചെയ്യുന്ന മെക്കാനിസം ഒക്കെ മ്യൂസിക്കിനനുസരിച്ച് ലിഫ്റ്റ് ചെയ്ത് കൊണ്ടുവരുന്നത്. അപ്പോൾ അപ്പ് ബീറ്റ് ആണെങ്കിൽ നമ്മുടെ ഹാർട്ട് ബീറ്റ് റേറ്റ് കൂടുന്നതും നമ്മുടെ ബ്രീത്തിങ് റേറ്റ് ഇൻക്രീസ് ആവുന്നതും സെറിബെല്ലത്തിൻ്റെ കൺട്രോളിലാണ്. ആൻഡ് ഫൈനലി ന്യൂക്ലിയസ് അക്യുംബൻസ്. ഈ പാർട്ടാണ് നമ്മൾക്ക് ഡോപ്പമിൻ റിലീസ് ചെയ്യുന്നത്. നമ്മൾ നല്ലൊരു ഫുഡ് കാണുമ്പോഴും നമ്മൾ സെക്സിൽ ഏർപ്പെടുമ്പോഴും ഒക്കെ ഡോപ്പമിൻ റിലീസ് ആവുന്നത് 2 എക്സ്ട്രീം എക്സാമ്പിൾ പറഞ്ഞതാണ്. ഈ സെയിം പാർട്ട് തന്നെയാണ് മ്യൂസിക് കേൾക്കുന്ന സമയത്തുള്ള ഡോപ്പമിൻ റിലീസ് ആവുന്നത്. മ്യൂസിക് കേൾക്കുന്ന സമയത്ത് എങ്ങനെ ഡോപ്പമിൻ റിലീസ് ആവുന്നതെന്നുണ്ടെങ്കിൽ, നമുക്ക് എപ്പോഴും പ്രെഡിക്ഷൻ ഉണ്ട്. ഒരു മ്യൂസിക് നമ്മൾ കേട്ടോണ്ടിരിക്കുകയാണ്, അപ്പോൾ അതിൻ്റെ ബീറ്റിംഗ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യും അടുത്ത ബീറ്റും ഇങ്ങനെ ആയിരിക്കും എന്നുള്ളത്. അതിലെന്തെങ്കിലും ഒരു ചേഞ്ച് വരുമ്പോൾ, ഒരു ഡ്രോപ്പോ ഒരു ഹൈയോ വരുമ്പോൾ, ബ്രെയിൻ എക്സ്പെക്ട് ചെയ്യാത്തൊരു റിയാക്ഷൻ അവിടെ നടക്കുന്നത്. ബ്രെയിൻ എക്സ്പെക്ട് ചെയ്യാത്തൊരു റിയാക്ഷൻ അവിടെ നടക്കുമ്പോൾ ഡോപ്പമിൻ റിലീസ് ആവും. അതുകൊണ്ടാണ് നമ്മൾ ഈ ഡി ജിയിലേക്കൊക്കെ പോകുന്ന സമയത്ത് ഒരേ ടോണിൽ പോയിട്ട് പിന്നെ ഒരു ഡ്രോപ്പ് ഇടുമല്ലോ, അല്ലെങ്കിൽ ഒരു ഹൈ ഇടുമല്ലോ. ആ ഹൈ ഇടുന്ന സമയത്ത് നമുക്കൊരു കിക്ക് കിട്ടുന്നത് ഈ ഡോപ്പമിൻ റിലീസ് ചെയ്യുന്നത് കൊണ്ടാണ്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ പിച്ചും ആംപ്ലിറ്റ്യൂഡും ടാമ്പറും, ഇത് 3ഉമാണ് ഒരു മ്യൂസിക്കിൻ്റെ കോർ 3 പില്ലേഴ്സ്. ഇതെന്താന്ന് പറഞ്ഞുതരാം. പിച്ച് എന്ന് പറഞ്ഞാൽ നത്തിങ് ബട്ട് ഫ്രീക്വൻസിയാണ്. ഹെർട്സിലാണ് അത് മെഷർ ചെയ്യുക. ഇനി ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ കേൾക്കുന്ന സൗണ്ട് എന്ന് പറയുന്ന ഒരു വേവ് ആണ്. ഒരു പർട്ടിക്കുലർ വേവ് വൈബ്രേറ്റ് ചെയ്തിട്ടാണ് നമുക്ക് ആ സൗണ്ട് കേൾക്കുന്നത്. ഒരു സെക്കൻഡിൽ ഇത് എത്ര തവണ വൈബ്രേറ്റ് ചെയ്യും, അതാണ് ഫ്രീക്വൻസി. സിമ്പിളായിട്ട് പറഞ്ഞാൽ ഹൈ പിച്ചും ഉണ്ട്, ലോ പിച്ചും ഉണ്ട്. ഹൈ പിച്ച് എന്ന് പറഞ്ഞാൽ വളരെ പെട്ടെന്ന് വൈബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കും, അതിൻ്റെ വേവ് ലെങ്ത് കുറവായിരിക്കും. ഫോർ എക്സാമ്പിൾ, പക്ഷികൾ ചിലയ്ക്കുന്ന സൗണ്ട്, ഒരു കുഞ്ഞ് ഒച്ചത്തിൽ കരയുന്ന സൗണ്ട്, ഇതെല്ലാം ഹൈ പിച്ചാണ്. ലോ പിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രീക്വൻസി കുറവായിരിക്കും, വളരെ പതുക്കെ വൈബ്രേറ്റ് ചെയ്യുന്നുണ്ടാവുള്ളൂ, വേവ് ലെങ്ത് കൂടുതലായിരിക്കും. ഫോർ എക്സാമ്പിൾ, ഒരു സിംഹം അലറുന്ന സൗണ്ട് ബാസ് ഉള്ള സൗണ്ടാണ്, അതൊരു ലോ പിച്ച് സൗണ്ടാണ്. നമ്മളുടെ ഇയറൊക്കെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഒരു 2000 ഹെർട്സ് മുതൽ 5000 ഹെർട്സ് വരെയുള്ള ആ ഫ്രീക്വൻസിക്ക് പുറത്തും സൗണ്ട്സ് ഉണ്ട്. പക്ഷെ നമ്മൾ യൂഷ്വലി കേൾക്കുന്ന ഈ ഒരു ഫ്രീക്വൻസി ബാൻഡ് വിഡ്ത്തിലുള്ള സൗണ്ട് ആയിരിക്കും. ദാറ്റ് ഈസ് അബൌട്ട് പിച്ച്. സെക്കൻഡ് വൺ ഇസ് ആംപ്ലിറ്റ്യൂഡ് അല്ലെങ്കിൽ വോള്യൂം. നമ്മളെല്ലാവരും പറയാം ടിവിയുടെ വോള്യൂം കൂട്ട്. ആ വോള്യൂം എന്താ ആക്ച്വലി? ഈ സൗണ്ട് വേവ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് ഇതിനൊരു ആംപ്ലിറ്റ്യൂഡ് ഉണ്ട്, ആ വേവിൻ്റെ ഒരു ലെങ്ത് ഉണ്ട്. ആ ലെങ്ത് ആണ് സിംപ്ലി പറഞ്ഞു കഴിഞ്ഞാൽ ആംപ്ലിറ്റ്യൂഡ്. സൗണ്ട് കൂടുക, സൗണ്ട് കുറയുക. ആംപ്ലിറ്റ്യൂഡ് കൂടുന്നുണ്ടെങ്കിൽ ആ വേവിൻ്റെ ലെങ്ത് കൂടുതലായിരിക്കും. ആ വേവിൻ്റെ ഈ ബേസ് ലൈനിൽ നിന്ന് വേവിൻ്റെ കർവിൻ്റെ മുകളിൽ ഡിസ്റ്റൻസ് കൂടുതലായിരിക്കും. അപ്പോൾ നമുക്ക് കുറച്ച് ഉച്ചത്തിൽ കേൾക്കും. ദാറ്റ് ഈസ് അബൌട്ട് വോള്യൂം. ആൻഡ് ഫൈനലി ടാമ്പർ. ടാമ്പർ എന്ന് പറയുന്നത് ഒരു ട്രിക്കി സാധനമാണ്. ഒരേ പിച്ചും ഒരേ വോള്യൂം ഉള്ള സൗണ്ടാന്ന് വിചാരിച്ചോ, പക്ഷെ അതിൻ്റെ സ്ട്രക്ചർ ഡിഫറെൻ്റ് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ, ഇപ്പം നമ്മൾ ഫോൺ എടുത്തു. ഫോൺ എടുത്തിട്ട് നമുക്ക് അപ്പുറത്ത് ഉള്ള ആൾ നമ്മുടെ അമ്മയാന്നുള്ളത് പെട്ടെന്ന് മനസ്സിലാവും ആ സൗണ്ട് കേൾക്കുന്ന സമയത്ത്. പക്ഷെ വേറൊരാളും അതേ പിച്ചിൽ തന്നെ അതേ വോള്യത്തിൽ തന്നെ ജോബിഷയെന്ന് വിളിച്ചാൽ നിനക്ക് റെക്കഗ്നൈസ് ആവും അത് അമ്മയല്ല വേറൊരാളാണെന്നുള്ളത്. ബിക്കോസ് അമ്മയുടെ സൗണ്ടിൻ്റെ സ്ട്രക്ചർ ടാമ്പറും
ആ രണ്ടാമത്തെ ആളുടെ സൗണ്ടിൻ്റെ ടാമ്പറും രണ്ടാണ്. അതെങ്ങനെ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഓരോ സൗണ്ട് ഡിഫറെൻറ്റ് ഷേപ്സ് വേവ്സിലാണ് പോകുന്നത്. കുറേ ടൈപ്പ് വേവുകളുണ്ട്. സൈനസോയിഡൽ കർവ്സ് ഉണ്ട്, സ്ക്വയർ വേവ് ഉണ്ട്, ജോ ടൈപ്പ് കർവ് ഉണ്ട്. അങ്ങനെ ഓരോ സൗണ്ടിനും യുണീക്ക് ആയിട്ടുള്ള ടാമ്പർ ഉണ്ട്. അതാണ് ഈ മ്യൂസിക്കിനെ ബ്യൂട്ടി ആക്കുന്നത്. എൻ്റെ ശബ്ദത്തിൻ്റെ ബാസും പിച്ചും ടാമ്പറും അല്ല നിന്റെ ശബ്ദത്തിനുള്ളത്. അതാണ് എൻ്റെ ശബ്ദവും നിന്റെ ശബ്ദവും തമ്മിൽ ഡിഫറൻസ് വരുത്തുന്നത്. സോ ഇതാണ് മ്യൂസിക്കിൻ്റെ ഒരു ബേസിക് 3 ഡിഫറെൻറ്റ് പില്ലേഴ്സ്. നമ്മൾ സിനിമ കാണുന്ന സമയത്ത് സീരിയസ് സീൻസ് കണ്ടുകൊണ്ടിരിക്കുക. ആ സീരിയസ് സീനിൻ്റെ BGM മാറി എന്ന് ആലോചിച്ചൊക്കെ ആ സീൻ കോമഡിയായി മാറും. BGM ഇല്ലെങ്കിലും കോമഡി. അത് ബ്യൂട്ടിഫുള്ളായിട്ട് നമ്മൾ ഈ കരയണ സീൻസ് എടുത്താൽ മതി. ഈ നടന്മാരും നടിമാരെ കരയണ സീൻസ് എടുത്തു കഴിഞ്ഞാൽ അതിൽ ഒരു ബ്ലെൻഡഡ് ചെറിയൊരു മ്യൂസിക്കാണ് വന്നുകൊണ്ടിരിക്കുക. അത് മാറിയിട്ട് മ്യൂസിക് വന്നു കഴിഞ്ഞാൽ ഈ കരച്ചിൽ എക്സാജറേറ്റഡ് കരച്ചിലാന്നുള്ളത് അതിനാണ് ഇവർ മ്യൂസിക്കാണ് ഉപയോഗിക്കുന്നത്. സെയിം ആക്ഷൻ തന്നെ ആയിരിക്കും, മ്യൂസിക് ഉപയോഗിച്ചിട്ടാണ് മാറ്റുക. അതിന് മെയിനായിട്ട് നമ്മൾ എങ്ങനെ മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ നമ്മൾ സംസാരിക്കുന്നത് പലതരം ടോൺ ഉപയോഗിച്ചിട്ടാണ്. നമ്മൾ മനുഷ്യന്മാരെല്ലാവരും സംസാരിക്കുന്നത് ഒരു കാര്യത്തിന് മറ്റുള്ള ആൾ കൺവേ ചെയ്യാൻ, ആ ഇമോഷൻ കൺവേ ചെയ്യാൻ ഉപയോഗിക്കുന്നത് ടോൺ ഉപയോഗിച്ചിട്ടാണ്. ടാമ്പർ വ്യത്യാസമുണ്ട്. അതിന് ഞാൻ എക്സാമ്പിൾ പറഞ്ഞാൽ, ഇപ്പോൾ ചെറുപ്പത്തിൽ നല്ല അച്ഛനും അമ്മയും തല്ലി വളർത്തിയൊരു കൊച്ചാണെന്ന് വിചാരിക്കുക. ആ കുട്ടി ഇപ്പോൾ അവൻ നിന്നോട് സംസാരിക്കാൻ വലുതായപ്പോൾ പറയാണ്, ഓ എൻ്റെ അച്ഛനെന്നെ അമ്മയൊക്കെ നല്ല തല്ലിയിട്ടുണ്ടോ ചെറുപ്പത്തിൽ, ടോണ് മാറി. അതേ മാറിയിട്ട് എൻ്റെ അച്ഛനമ്മേനെ നല്ല തല്ലിയിട്ട് വളർത്തി ദേഷ്യം ടോണ് മാറി. ഇനി അത് മാറിയിട്ട് ഓ എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ തല്ലുകൊണ്ട് ആ ടോൺ. അപ്പോൾ ഈ 3 എണ്ണത്തിന് ടോണ് വ്യത്യാസം നമുക്ക് മനസ്സിലാവും. അപ്പോൾ നമുക്ക് മനസ്സിലാവും ഇവരെന്ത് ഇമോഷനാണ് ഉദ്ദേശിക്കുന്നത്. ഇതേ സാധനത്തിന് മ്യൂസിക്കൽ ടേംസിൽ പറഞ്ഞ സ്കെയിലുകൾ എന്ന് പറയാം. അതായത് മൈനർ സ്കെയിൽ, മേജർ സ്കെയിൽ. ഹാപ്പിനെസ്സും ഈ എക്സൈറ്റ്മെൻറ്റും ഇമോഷനും വർക്കാവണമെങ്കിൽ നമ്മൾ മേജർ സ്കെയിൽ കൊടുത്താൽ മതി. ഇനി സങ്കടം വർക്കാവണം അല്ലെങ്കിൽ അവിടെ സീരിയസ് ആയിട്ട് സാധനം വർക്കാവണമെങ്കിൽ മൈനർ സ്കെയിൽ കൊടുത്താൽ മതി. മ്യൂസിക്കൽ ടീച്ചേഴ്സ് പോലെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല. അതേ സാധനം ഒരു 3ാമത്തെ സാധനമാണ് ഋതം, താളം. അതായത് നമുക്ക് മെലഡി പാട്ടിൻ്റെ താളമല്ല ഫാസ്റ്റ് ബേസിന്. അതുകൊണ്ടാണ് നമുക്ക് ഉള്ളിൽ നമ്മൾ മെലഡി കേൾക്കുമ്പോൾ ശാന്തനായിരിക്കുന്നതും പൂരങ്ങളിലും അല്ലെങ്കിൽ ഫങ്ഷൻസിനൊക്കെ നമ്മൾ ഡാൻസ് കളിക്കുന്നത്, തുള്ളിച്ചാടുന്നത്. അപ്പോൾ ഈ ഇമോഷൻസ് ഒക്കെ നമുക്ക് മ്യൂസിക്കായിട്ട് കണക്ട് ചെയ്തെന്ന് പറഞ്ഞല്ലോ, അതേപോലെ തന്നെ മ്യൂസിക് ബ്രെയിനായിട്ട് കണക്റ്റഡ് ആണ്. അപ്പോൾ അതിൽ ബ്രെയിനിലേക്ക് നമുക്ക് എങ്ങനെയാണ് മ്യൂസിക് നമ്മളെ ഗുണം തരുന്നത് എന്നുള്ളത് 2-3 കാര്യങ്ങൾ പറഞ്ഞുതരാം. അതിൽ 1ാമത്തെ പോയിൻ്റാണ് ഇമ്മൻസ് മെമ്മറി. നമുക്ക് ഈ ഓർമ്മശക്തി കൂട്ടാനായിട്ട് വലിയ ചന്ദാദിനൊന്നും കഴിക്കേണ്ട ആവശ്യമില്ല. മറ്റേ മമ്മൂട്ടി ഡയലോഗില്ലേ, വലിയ ചന്ദനാദി ലേഹ്യം കഴിച്ചാൽ ഓർമ്മശക്തി കൂടും പറഞ്ഞിട്ട്. അത് വേണ്ട, പാട്ട് കേട്ടാൽ മതി. അല്ല, ആദ്യം എനിക്ക് പറയാനുള്ളത്, നമ്മൾ മ്യൂസിക് പ്ലേ ചെയ്യണം അല്ലെങ്കിൽ മ്യൂസിക് കേൾക്കുന്ന സമയത്ത് നമ്മുടെ ബ്രെയിനിൻ്റെ എല്ലാ പാർട്സും വർക്കാവും. പറഞ്ഞ പോലെ എല്ലാ പാർട്സും വർക്കാവും. അപ്പോൾ ഇങ്ങനെ എല്ലാ പാർട്സും വർക്കാവുമ്പോൾ നമ്മുടെ ബ്രെയിനിലുള്ളൊരു കാര്യമാണ് ന്യൂറോപ്ലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞിട്ട്. നമ്മൾ പുതിയൊരു കാര്യം പഠിക്കുന്ന സമയത്ത് നമ്മുടെ ബ്രെയിൻ റീസ്ട്രക്ചർ ചെയ്യും. അതായത് നമ്മുടെ ഉള്ളിൽ ഈ ബ്രെയിൻസിനുള്ളിൽ കുറേ ന്യൂറോൺസ് കണക്റ്റഡ് ആണ്, ന്യൂറൽ നെറ്റ്വർക്ക്സ്. ഇത് റീസ്ട്രക്ചർ ആയിക്കൊണ്ടിരിക്കും. അങ്ങനെ റീസ്ട്രക്ചർ ആവുന്ന സമയത്ത് പുതിയ പാത്വേസ് ഉണ്ടാവും. അപ്പോൾ പാത്വേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പുതിയതായിട്ട് പഠിച്ചൊരു സ്കില്ലിനെ പെട്ടെന്ന് മെമ്മറൈസ് ചെയ്തിട്ട് നെക്സ്റ്റ് ടൈം നീ ആ പ്രവൃത്തി ചെയ്യുന്ന സമയത്ത് ആ ടാസ്ക് ഈസിയാക്കി തരും. കറക്റ്റ്. ഡ്രൈവിംഗ് പഠിക്കുമ്പോൾ നമ്മൾ ആദ്യം പഠിച്ച ബുദ്ധിമുട്ട് നമുക്ക് ഉണ്ടാവാത്തതിൻ്റെ കാരണം ഇതാണ്. കാരണം ഓൾറെഡി നമ്മൾ ഫസ്റ്റ് ടൈമിലുള്ള ബ്രെയിൻ പഠിച്ചുകൊണ്ടിരിക്കും, മെമ്മറൈസ് ചെയ്തു. നെക്സ്റ്റ് ടൈം അതേ ഡ്രൈവിംഗ് ചെയ്യുമ്പോൾ ആ സാധനം നിൻ്റെ എവിടെ ചലിക്കണം, ഇതാണ് ഈ ന്യൂറൽ നെറ്റ്വർക്ക് ഓട്ടോമാറ്റിക്കലി വന്നോളും. അത് എവിടെ നമ്മുടെ ശരീരത്തിൽ എന്ത് ചലിക്കണം എന്ന് തീരുമാനിക്കുന്നത് ഈ ന്യൂറോപ്ലാസ്റ്റിസിറ്റിയും ഈ പാത്വേസും, മോട്ടോർ കൺട്രോൾ എന്ന് പറയുന്നത്. ഇവരാണ് തീരുമാനിക്കുന്ന ആൾക്കാർ. ഇനിയാണ് നമുക്ക് ഇമോഷണൽ മെമ്മറി എന്ന് പറഞ്ഞൊരു ടോപ്പിക് വരുന്നത്. അതായത് ഇമോഷണൽ മെമ്മറി നമ്മുടെ ഇമോഷൻസ് ആണല്ലോ ഫ്ലക്ച്വേഷൻ ആക്കാൻ മ്യൂസിക്കിന് സാധിക്കുന്നതാണല്ലോ നമ്മൾ നേരത്തെ പറഞ്ഞത്. പറഞ്ഞു. ഇതിൽ ഒരു ബെസ്റ്റ് എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, ആറ്റുനോറ്റുണ്ടായിരുണ്ണി അമ്മ കാത്തു കാത്തുണ്ടായിരുണ്ണി. വേണ്ട, ഇതിനു വേണ്ടി പഠിച്ച പാട്ടാണ്. ഈ പാട്ട് നമ്മൾ ജസ്റ്റ് നിങ്ങളുടെ അമ്മമാരുടെ അടുത്തുള്ളപ്പോൾ ഈ പാട്ട് TV-യിലോ അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്യാം, കുറച്ച് സൗണ്ട് കൂട്ടിയിട്ട്. ഇങ്ങനെ പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ ഒന്നില്ലെങ്കിൽ അവരെ കണ്ണ് നിറയണം കാണാം, അല്ലെങ്കിൽ അവർ ഒരു സ്വപ്നലോകത്തേക്ക് പോകണം കാണാം. അതായത് അവർക്ക് ഈ പാട്ട് കേൾക്കുമ്പോൾ നമ്മൾ ചെറുപ്പം മുതൽ ജനിച്ചതിന് ശേഷം ഇത്രയും വളർന്നില്ലേ, ഈ വളർത്തി മെമ്മറീസ് അവരുടെ ഉള്ളിലേക്ക് ഇങ്ങനെ അലയടിച്ച് പോകും. അതാണ് ഇമോഷണൽ മെമ്മറി എന്ന് പറയുന്നത്.
ഇത് സാധനമാണ് അൽഷിമേഴ്സിൻ്റെ പേഷ്യൻസിന് തെറാപ്പിസ്റ്റുകൾ യൂസ് ചെയ്യുന്നത്. കറക്റ്റ്. അപ്പോൾ എന്ത് ചോദിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകൾ അല്ലെങ്കിൽ ചെറുപ്പത്തിൽ കേട്ട പാട്ടുകൾ ഇവർ ഫാമിലി മെമ്പേഴ്സിന് ഇങ്ങനെ അറിഞ്ഞെടുത്തിട്ട് ആ പാട്ടുകൾ പ്ലേ ചെയ്യും. അപ്പോൾ ഇവർക്ക് ഈ പഴയ ഓർമ്മകൾ തിരിച്ചു കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ്. ഇതിലൊരു 2 പോയിന്റ് എനിക്ക് ആഡ് ചെയ്യാനുള്ളത്, ഇതേപോലെ തന്നെ അമ്മമാരുമായിട്ട് സ്നേഹം കണക്ട് ചെയ്യുന്ന വേറൊരു പാട്ടാണ് പപ്പയുടെ സ്വന്തം അപ്പൂസ് എന്നുള്ള അത് കേൾക്കുന്ന സമയത്ത് നമ്മൾ അറിയാതെ കരഞ്ഞു പോകും. വൈ? ബിക്കോസ് ഒന്ന് ആ മൂവിയിലുള്ള സീൻസും ആ കൺവേ ചെയ്യുന്ന സ്റ്റോറിയും നമ്മൾ ഇമ്പാക്ട് ചെയ്യുന്നുണ്ട്. ഒപ്പം അതിനെ ഗ്ലോറിഫൈ ചെയ്യാൻ വേണ്ടി ഈ ടൈപ്പ് മ്യൂസിക് വേണം. ഇത് നമുക്ക് നല്ല ടച്ച് ആവുന്ന പോലെയാണ് ആ മ്യൂസിക് കമ്പോസ് ചെയ്തിരിക്കുന്നത്. രണ്ടാമത്തെ പോയിന്റ്, അൽഷിമേഴ്സ് പേഷ്യൻസിന് എന്തുകൊണ്ടാണ് മ്യൂസിക് തെറാപ്പി യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നിലുള്ള ഒരു ബ്രെയിനിന്റെ വർക്കിംഗ് എന്താണെന്നുണ്ടെങ്കിൽ നമ്മുടെ ബ്രെയിനിലെ എല്ലാ പാർട്ടും ആക്ടിവേറ്റ് ആവുമെന്ന് പറഞ്ഞല്ലോ. മ്യൂസിക് സ്റ്റോർ ചെയ്യുന്ന ഒരു പർട്ടിക്കുലർ പാർട്ട് ഉണ്ട്, അതിന്റെ പേര് ടെൽ. ആ പാർട്ടാണ് അൽഷിമേഴ്സ് ഉള്ള ഒരാളുടെ ഏറ്റവും അവസാനത്തെ മെമ്മറിയിൽ ഉണ്ടാവുക. ആ പാർട്ട് മാത്രം ഒന്നും സംഭവിക്കില്ല. അപ്പോൾ ചിലപ്പോൾ അവർ വേറെ എല്ലാം മറക്കും, അവരുടെ റിലേറ്റീവ്സിനെ മറക്കും, അവർക്ക് ഓർമ്മയുള്ള എല്ലാ കാര്യങ്ങളും മറന്നു, പക്ഷെ അവർക്ക് അസോസിയേറ്റ് ചെയ്ത് മ്യൂസിക് ഉണ്ടല്ലോ അത് അവർ മറക്കില്ല. അതുകൊണ്ടാണ് അൽഷിമേഴ്സ് മാത്രമല്ല ഡിമെൻഷ്യ പോലുള്ള ഡിസീസിലും ഈ 2 ഡിസീസിലും മ്യൂസിക് തെറാപ്പി വളരെ സക്സസ്ഫുൾ ആയിട്ട് പോകുന്ന ഒരു ടൈപ്പ് ഓഫ് സൊല്യൂഷനാണ്. ഇനി നെക്സ്റ്റ് ഒരു പോയിന്റാണ്, മ്യൂസിക് കേൾക്കുന്ന ആൾക്കാർക്ക് ക്രിയേറ്റിവിറ്റി കൂടും. ഓക്കെ. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മ്യൂസിക് ഈ ക്രിയേറ്റിവിറ്റിയുടെ ഒരു ഫ്യൂലാണ് നമുക്ക് വേണമെങ്കിൽ പറയാം. കറക്റ്റ്, അബ്സല്യൂട്ട്ലി. അതിന് ഫസ്റ്റ് പോയിന്റ് ഡൈവേർജൻ തിങ്കിങ് ആണ്. അതായത് ഡൈവേർജൻ തിങ്കിങ്, അതായത് നമ്മളൊരു കാര്യത്തെ, ഒരു പ്രോബ്ലം നമുക്ക് വന്നു, പ്രശ്നം നമുക്ക് വന്നു വിചാരിക്കുക, ആ പ്രോബ്ലത്തിനെ അങ്ങനെ തന്നെ നിർത്തിക്കൊണ്ട് അതിൻ്റെ പല ആംഗിളിൽ നിന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അത് ഈ മ്യൂസിക് കേൾക്കുന്ന ആൾക്ക് കൂടുതലായിരിക്കും. ഈ പ്രോബ്ലം എന്നുള്ളത് സത്യം പറഞ്ഞ സിറ്റുവേഷനായിട്ട് കാണാം. സിറ്റുവേഷനായിട്ട് കാണാനായിട്ട് ഒരു അടിപൊളി വീഡിയോ ഞങ്ങൾ ഐ ബട്ടണിൽ കൊടുക്കാം, വെർത്തായിരിക്കും. അപ്പോൾ ഞങ്ങൾ ചെയ്തുകൊണ്ട് പറയല്ല, വെർത്താണ്. റോമോ ശരിക്കും. ഇനി അതിൽ കൂടെ തന്നെ നമുക്ക് കണക്ട് ചെയ്ത് വരുന്നത്, നമുക്ക് ഈ മ്യൂസിക് നമ്മുടെ ബ്രെയിൻസിൽ ആൽഫ വേവ്സ് ക്രിയേറ്റ് ചെയ്യും. ഈ ആൽഫ വേവ്സ് ക്രിയേറ്റ് ചെയ്ത് എന്ത് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ഫ്ലോ സ്റ്റേറ്റിലെത്തും. അപ്പോൾ ഫ്ലോ സ്റ്റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു കാര്യത്തിന് വേണ്ടി പരിശ്രമിച്ചുകൊണ്ട് നടക്കുകയാണ്. പരിശ്രമം ഊണുമില്ല, ഉറക്കവുമില്ല, ആ കാര്യം മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് നമ്മൾ അതിൽ ഇരിക്കുമല്ലോ, അതിനാണ് ഫ്ലോ സ്റ്റേറ്റ് എന്ന് പറഞ്ഞത്. ഈ ഫ്ലോ സ്റ്റേറ്റിൽ നമ്മളുള്ള സമയത്ത് നമ്മുടെ ചുറ്റുമുള്ള ഒരു ഡിസ്റ്റർബൻസ്, ഹിൻഡ്രൻസ് നമ്മളെ ഏൽക്കുകയില്ല. കാരണം നമ്മൾ ഫുള്ളി ഇതിനുള്ളിലാണ്. അതുകൊണ്ടാണ് നമുക്ക് ആ കാര്യത്തിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. അതിന് മ്യൂസിക് ഉപകാരപ്പെടും. അതേപോലെ തന്നെ നമ്മുടെ ഈ മ്യൂസിക്കിലൊരു പ്രത്യേകമായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട ഒരു കാര്യമാണ് ആംബിയൻറ്റ് നോയ്സ്. മെഡിറ്റേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ സൈലൻ്റ് ആയിട്ട് മെഡിറ്റേറ്റ് ചെയ്യണേക്കാട്ടും ഗുണം തരും നമ്മൾ മ്യൂസിക്, ചെറിയ എന്തെങ്കിലും മ്യൂസിക് വളരെ സ്ലോ ആയിട്ട് വെച്ച് കഴിഞ്ഞാൽ, വോളിയം കുറവായിരിക്കണം, വെച്ച് കഴിഞ്ഞാൽ കോൺസെൻട്രേഷൻ കൂടുതലായിരിക്കും. അതെന്ത് കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു റൂമിൽ സൈലൻ്റ് ആയിട്ട് പിൻ ഡ്രോപ്പ് സൈലൻസിൽ ഇരുന്നിട്ട് നമ്മൾ കാര്യത്തിൽ ഫോക്കസ് ചെയ്ത് നമുക്ക് ഡീവിയേഷൻ വരാൻ ചാൻസ് ഉണ്ട്. പക്ഷേ അതേ സാധനം ഈ മ്യൂസിക് വെച്ച് നോക്കി ആവില്ല. അത് കുട്ടികൾ പഠിക്കുന്ന സമയത്തൊക്കെ നമ്മൾ ഈ മ്യൂസിക് ചെറുതായിട്ട് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അവർ കൂടുതൽ പഠിക്കാൻ നോക്കും. ലിറിക്സ് ഉള്ള മ്യൂസിക് വെക്കരുത്, കാരണം ശ്രദ്ധ തെറ്റിപ്പോകും. വെറുതെ ഇത് മാത്രം വെക്കാൻ പാടും, മ്യൂസിക് മാത്രം വെക്കാൻ പാടും. അതിൻ്റെ പിന്നിലൊരു സയൻസ് ഉണ്ട്. അത് എന്തുകൊണ്ടാണ് അങ്ങനെ ബ്രെയിൻ വർക്ക് ആവുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ നമ്മുടെ ബ്രെയിൻ എപ്പോഴും നോവൽറ്റി ചെക്ക് ചെയ്തു. നോവൽറ്റി എന്ന് പറഞ്ഞാൽ പുതിയ കാര്യങ്ങൾ എന്താണോ അത് പെട്ടെന്ന് അഡാപ്റ്റ് ചെയ്യാനും അത് പെട്ടെന്ന് ശ്രദ്ധിക്കാനും നമ്മുടെ ബ്രെയിൻ എപ്പോഴും ക്യൂരിയസ് ആയിരിക്കും. അപ്പോൾ ഒരു പിൻ ഡ്രോപ്പ് സൈലൻസ് ഉള്ള ഒരു റൂമാണെന്ന് സങ്കല്പിക്കുക. നമ്മൾ അവിടെ ഇരുന്ന് പഠിക്കുന്ന സമയത്ത് അപ്പുറത്തെ വീട്ടിലെ ചേച്ചി പറയുന്ന ശബ്ദം കേൾക്കാം, അവിടെ പാത്രം വീഴുന്ന ശബ്ദം കേൾക്കാം, ആരെങ്കിലും ടാപ്പ് തുറന്നുള്ള ശബ്ദം കേൾക്കാം. അങ്ങനെ പല പല ഡിസ്ട്രാക്ഷൻസും ബ്രെയിനിൽ വരും. ബിക്കോസ് ബ്രെയിനിന് ഇയർ ഓപ്പൺ ആണ്. അപ്പോൾ വാട്ട് എവർ സൗണ്ട് കംസ് ബ്രെയിൻ അത് എടുക്കും. അത് എടുത്തിട്ട് ബ്രെയിൻ അതൊരു വലിയ സംഭവമായിട്ട് കൺസിഡർ ചെയ്യും. പക്ഷേ ഇമാജിൻ ദ സെക്കൻഡ് സിറ്റുവേഷൻ, നീ പറഞ്ഞതുപോലെ ഒരു പർട്ടിക്കുലർ റിതം ഉള്ള ഒരു താളത്തിലുള്ള മ്യൂസിക് ഒരു ആംബിയൻറ്റ് ലൈറ്റ് സൗണ്ടിലൂടെ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്രെഡിക്റ്റബിൾ ആണ് എല്ലാം. ആ മ്യൂസിക്കിന്റെ ബീറ്റ് ഒക്കെ പ്രെഡിക്റ്റബിളാണ്. ഇതിനെ ലോ ഫൈ ഹിപ്പ് ഹോപ്പ് മ്യൂസിക് എന്നൊക്കെയാണ് പറയുക. ഈ മ്യൂസിക് ശാസ്ത്രീയമായി പ്രൂവ്ഡ് ആണ്. നമ്മൾ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി ചെയ്യുന്ന സമയത്ത് ഈ മ്യൂസിക് കേട്ട് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ ഫോക്കസ് ചെയ്യാൻ പറ്റുന്നത്. ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ ഞാൻ പോഡ്കാസ്റ്റിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഈ ലോ ഫൈ മ്യൂസിക് കേട്ടിട്ടാണ് പ്രിപ്പയർ ചെയ്യുക. സോ ഐ ഗെറ്റ് മോർ ഫോക്കസ്ഡ് ഇൻ ടു ഇറ്റ്. അപ്പോൾ ആ പ്രെഡിക്റ്റബിലിറ്റി നമുക്കുണ്ട്, പുതുതായിട്ടൊന്നുമില്ല.
ഈ മ്യൂസിക്കിന്റെ ബീറ്റ് നമുക്ക് അടുത്തത് എന്താ വരുന്നതെന്ന് അറിയാം. അപ്പോൾ പിന്നെ നമ്മൾ പുറത്തുള്ള ഡിസ്ട്രാക്ഷൻസിലേക്ക് ഒന്നും പോവാതെ നമ്മൾ ചെയ്യുന്ന ആക്ടിവിറ്റിയിൽ ഫ്ലോ സ്റ്റേറ്റിൽ പോയിക്കൊണ്ടേയിരിക്കും. ഇങ്ങനെയാണ് ഇത് വർക്കാവുന്നത്. മ്യൂസിക് ഒരാളെ ഭയങ്കര ക്രിയേറ്റീവ് ആക്കും എന്ന് പറഞ്ഞതുപോലെ മ്യൂസിക് നമ്മളെ നല്ലപോലെ മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. മോട്ടിവേഷണൽ മ്യൂസിക് എന്ന് പറഞ്ഞിട്ട് ഒരു ജോണർ ഓഫ് മ്യൂസിക് തന്നെയുണ്ട്. എങ്ങനെയാണ് മ്യൂസിക് നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുന്നത്? 3 എഫക്റ്റാണ് അതിനുള്ള. ഫസ്റ്റ് വൺ ഇസ് ദ പേസ് മേക്കർ എഫക്റ്റ്. പേസ് മേക്കർ എഫക്റ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഇത് നമ്മുടെ കൺട്രോളുള്ള സാധനമല്ല, സബ് കോൺഷ്യസ്ലി നമുക്ക് ഉണ്ടാവുന്ന ഒരു ആക്ടിവിറ്റിയാണ്. ഒരു ബീറ്റ് ഉണ്ടെങ്കിൽ ആ ബീറ്റിനനുസരിച്ച് നമ്മുടെ ഹൃദയമിടിപ്പുകളും ഹാർട്ട് ബീറ്റ് റേറ്റും നമ്മുടെ ബ്രീത്തിങ്ങും ഓട്ടോമാറ്റിക്കലി സബ് കോൺഷ്യസ്ലി അലൈൻഡ് ആവുന്ന പ്രക്രിയനെയാണ് പേസ് മേക്കർ എഫക്റ്റ് എന്ന് പറയുക. അപ്പോൾ നമ്മൾ ജിമ്മിൽ പോകുന്ന സമയത്ത് നമുക്കൊരു ഹൈ എനർജി വർക്കൗട്ട് വേണമെങ്കിൽ നമ്മൾ കുറച്ച് ടെമ്പോ കൂടിയ സൗണ്ട്, ടെമ്പോ എന്ന് പറഞ്ഞാൽ ഒരു 130 BPM ബീറ്റ്സ് പെർ മിനിറ്റിൻ്റെയൊക്കെ മുകളിലുള്ള മ്യൂസിക് ഇട്ട് കഴിഞ്ഞാൽ നമ്മളും ആ ഫ്ലോയിലേക്ക് സൂംബ മ്യൂസിക് ഒക്കെ കേട്ടിട്ടില്ല, കാർഡിയോ ഒക്കെ ചെയ്യുന്ന സമയത്ത് ദേ യൂസ് ഹൈ ടെമ്പോ സൗണ്ട്സ്. ബിക്കോസ് ആ ഹൈ ടെമ്പോ സൗണ്ട്സ് ഓട്ടോമാറ്റിക്കലി നമ്മളുടെ ബ്രെയിനിൻ്റെ സെറിബലത്തിനെ കൺട്രോൾ ചെയ്തിട്ട് നമ്മുടെ ഹാർട്ട് ബീറ്റ് റേറ്റ് ഒക്കെ ഇൻക്രീസ് ചെയ്യും. ഇതൊക്കെ ഇവോൾവ് ചെയ്ത് വന്നൊരു ഫീച്ചറാണ്. ദാറ്റ് ഇസ് പേസ് മേക്കർ എഫക്റ്റ്. രണ്ടാമത്തെ എഫക്റ്റാണ് ഫിൽട്ടർ എഫക്റ്റ്. ഫിൽട്ടർ എഫക്റ്റ് എന്ന് പറഞ്ഞാൽ ഡിസ്ട്രാക്ട് ചെയ്യുക ബ്രെയിനിനെ. അതാണ് ഫിൽട്ടർ എഫക്റ്റ്. നമ്മൾ ത്രെഡ്മില്ലൊക്കെ ഓടി ക്ഷീണിക്കുന്ന സമയത്ത് നമ്മുടെ ലങ്സൊക്കെ പഞ്ചർ ആവാറായി, നമ്മുടെ ഹാർട്ടൊക്കെ അത്രയും ഹെവി ആയിട്ട് വർക്കൗട്ട് ചെയ്തു, നമ്മുടെ കാല് വേദനിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ബ്രെയിനിനെ ഡിസ്ട്രാക്ട് ചെയ്യണതെന്ന് നമ്മുടെ ഈ പെയിന് വരുന്ന ബ്രെയിനിൻ്റെ ഏരിയനെ നമ്മൾ നല്ല ഹൈ പമ്പ് മ്യൂസിക് കൊടുത്തിട്ട് ലിസൺ ചെയ്യിക്കുന്ന സമയത്ത് ബ്രെയിൻ ഈ മ്യൂസിക്കിൽ ഫോക്കസ് ചെയ്യും, പകരം ഈ പെയിന് ട്രിഗർ ചെയ്യുന്ന ന്യൂറോൺസിനെ സപ്രസ് ചെയ്യും. ബ്രെയിനിനെ ആക്ച്വലി നമ്മൾ ഡിസ്ട്രാക്ട് ചെയ്യാണ് ഹൈ എനർജി മ്യൂസിക് കൊടുത്തിട്ട്. അപ്പോൾ ആക്ച്വലി ഇതൊരു എങ്ങനെയാ പറയുക, ലീഗലായിട്ടുള്ളൊരു ഡ്രഗാണ് മ്യൂസിക്. ഇത് ഇല്ലീഗൽ അല്ലല്ലോ, നമ്മുടെ പെർഫോമൻസ് എൻഹാൻസ് ചെയ്യുന്ന ഒരു ലീഗൽ ഡ്രഗാണ് മ്യൂസിക്. ഇതാണ് ഫിൽട്ടർ എഫക്റ്റ്. മൂന്നാമത്തെ എഫക്റ്റ് ആണ് ദ റിവാർഡ് എഫക്റ്റ്, ഡോപ്പമീൻ റിലീസ് ചെയ്യുന്ന എഫക്റ്റ്. ഞാൻ ഓൾറെഡി പറഞ്ഞു, നമ്മൾക്ക് ഒരു പ്രെഡിക്റ്റബിൾ ആയിട്ടുള്ള മ്യൂസിക് വരുന്നു, ആ പ്രെഡിക്റ്റബിലിറ്റി മാറി ഒരു ഡ്രോപ്പോ ഹൈയോ വരുന്നു. നമ്മൾ പ്ലാങ്ക് ചെയ്തുകൊണ്ടിരിക്കുക വിചാരിക്കുക ജിമ്മിൽ പോയിട്ട്. പ്ലാങ്ക് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നിന്ന്, അപ്പോൾ ഇവിടെ അടിവയറ്റിൽ നല്ല പെയിൻ വരും, നമുക്ക് ലീവ് ചെയ്യാൻ തോന്നും. അപ്പോൾ കറക്റ്റായിട്ട് ആ ലീവ് ചെയ്യാൻ തോന്നുന്ന സമയത്ത് നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സോങ്ങിൻ്റെ ഒരു എപ്പിക് പോർഷൻ വന്നുകൊണ്ടിരുന്നു വിചാരിക്കുക, നല്ല മോട്ടിവേറ്റ് ചെയ്യുന്ന ആ സാധനം വന്നു വിചാരിക്കുക. അപ്പൊ ഡോപ്പമീൻ ഭയങ്കര ഫ്ലഡ് ആവും. ആ സമയത്ത് ആ ഒരു മ്യൂസിക് കേൾക്കുന്ന സമയത്ത് ഡോപ്പമീൻ ഫ്ലഡ് ആവും. ഡോപ്പമീൻ ഫ്ലഡ് ആവുന്ന സമയത്ത് നമ്മളുടെ എല്ലാ മോട്ടോർ ആക്ടിവിറ്റിയും ഒന്നുകൂടെ ഹൈപ്പിലേക്ക് പോയി നമുക്ക് കുറച്ചുകൂടെ നേരം അവിടെ നിൽക്കാനുള്ള ഒരു പവർ കിട്ടും. ഇങ്ങനെ ഈ 3 എഫക്റ്റിലൂടെയാണ് നമുക്ക് ആക്ച്വലി മ്യൂസിക് മോട്ടിവേറ്റ് ചെയ്യുന്നത്. പേസ് മേക്കർ എഫക്റ്റ്, ഫിൽട്ടർ എഫക്റ്റ്, റിവാർഡ് എഫക്റ്റ്. ഇനി ഒരു സയൻസിലൊരു മൊസാർട്ട് എഫക്റ്റ് എന്ന് പറഞ്ഞ സാധനമുണ്ട്. മൊസാർട്ട് മ്യൂസിക് ബ്രെയിനിലേക്ക് കണക്ട് ചെയ്യുമ്പോൾ പറയുന്ന ഒരു പ്രധാനപ്പെട്ട പോയിന്റ്. മൊസാർട്ട് ഈസ് എ ഗ്രേറ്റ് മ്യൂസീഷ്യൻ. യെസ്. അപ്പോൾ ഫ്രാൻസിസ് റോഷർ എന്ന് പറഞ്ഞിട്ട് ഒരു മനഃശാസ്ത്രജ്ഞയുണ്ട്. പുള്ളിക്കാരത്തി ഒരു പഠനം നടത്തി 10 മിനിറ്റ് ഈ മൊസാർട്ടിൻ്റെ ഒരു മ്യൂസിക് പ്ലേ ചെയ്തു. സൊണാറ്റോ ഫോർ 2 പിയാനോസ് ഇൻ ഡി മേജർ. ഇതാണ് പാട്ടിൻ്റെ പേര്. മൊസാർട്ടിൻ്റെ മ്യൂസിക്കാണത്. ഈ മ്യൂസിക് പ്ലേ ചെയ്തിട്ട് ഈ കുട്ടികൾ നേരത്തെ പറഞ്ഞല്ലോ, ആ കുട്ടികളിൽ IQ ടെസ്റ്റ് നടത്തി. IQ ടെസ്റ്റ് നടത്തിയ സമയത്ത് അതിനകത്ത് ഈ കുട്ടികൾ നന്നായിട്ട് പെർഫോം ചെയ്തു. അതിൽ എസ്പെഷ്യലി സ്പേഷ്യൽ റീസണിങ് എന്ന് പറഞ്ഞിട്ടുള്ള സൈഡിലാണ് കുട്ടികൾ നന്നായിട്ട് പെർഫോം ചെയ്തത്. അത് മെയിനായിട്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു കാര്യം, ഒരു ഐറ്റത്തിനെ, എന്തെങ്കിലും ഒരു സാധനത്തിൽ നോക്കിയിട്ട് അതിനെ റീസ്ട്രക്ചർ ചെയ്യാനുള്ള കഴിവാണ്. അതാണ് ഈ സ്പേഷ്യൽ റീസണിങ്. പസിൽസ്, അതായത് ശരിക്കുള്ള എന്താണെന്ന് അറിയാം, പക്ഷെ ഇങ്ങനെ ചെയ്ത് കിട്ടുമ്പോൾ അത് കുട്ടികൾ ചിന്തിക്കണമല്ലോ, അതിങ്ങനെ റെഡിയാക്കണം. രണ്ടാമത്തെ എക്സാമ്പിൾ കുറേ പാർട്സ് ഒരു ഷേപ്പ് ക്രിയേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു ഇതാണ്. പിന്നെ സെക്കൻഡ് നമുക്ക് പറയാനുള്ളത് ഈ ഹൗസ് റിനോവേറ്റ് ചെയ്യുന്നതാണ്. ചില എഞ്ചിനീയർമാർ ഈ പഴയ വീടിനെ എക്സ്ട്രീംലി ബ്യൂട്ടിഫുൾ ആയിട്ട് ഒരു ബന്ധമില്ലാത്ത പോലെ അടിപൊളി വീടാക്കി മാറ്റും. അതെന്താ വെച്ചാൽ ഇവർക്ക് ഈ സ്പേഷ്യൽ റീസണിങ് കൂടുതലുള്ളതുകൊണ്ടാണ്. ആ സ്പേഷ്യൽ റീസണിങ് കൂട്ടാനായിട്ട് ഇതേപോലെ മൊസാർട്ടിൻ്റെ മ്യൂസിക് പ്ലേ ചെയ്യുന്നതാണ്. അപ്പോൾ ഇനിയിപ്പോൾ എഞ്ചിനീയർമാർ എന്തെങ്കിലും മൊസാർട്ട് മ്യൂസിക് പ്ലേ ചെയ്തിട്ട് പോയിട്ട് വീട് പണി ഉറക്കട്ടെ, അടിപൊളിയായിരിക്കും. അപ്പോൾ ഫണ്ണാണെങ്കിലും ഇനി ഇതെങ്ങനെ പ്രാക്ടിക്കാലിറ്റി ആയിട്ട് നമുക്ക് പറയാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ, കമ്പനീസ് എംപ്ലോയീസിനെ പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യണമെന്ന് വിചാരിച്ചോ, വെറുതെ പോയിട്ട് പ്രഷർ കൊടുക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ രാവിലെ ഒരു ബ്ലെൻഡ് മ്യൂസിക്, ചെറിയൊരു മൈന്യൂട്ടി മ്യൂസിക് പ്ലേ ചെയ്യാം. അപ്പോൾ എന്ത് സംഭവിച്ചാൽ ലിറിക്സ് പാടില്ല കേട്ടോ. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ
അത് കോൺസെൻട്രേഷൻ തെറ്റിക്കാൻ പാടില്ല. ഇവർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇത് ചെവി കൂടെ കേൾക്കാൻ മാത്രമേ പാടുള്ളൂ. ആ ചെറുതായിട്ട് കേൾക്കുന്ന സമയത്ത് പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ആയിക്കൊണ്ട് തന്നെ ഇരിക്കും. അത് അറിയാതെ ഈ എംപ്ലോയീസ് അറിയാതെ ഇൻക്രീസ് ആവും. ഇനി നമുക്ക് നമ്മുടെ ലൈഫിലേക്ക് എങ്ങനെ കൊണ്ടുവരണം, അതായത് നമുക്ക് ലൈഫിലേക്ക് എങ്ങനെ കൂടുതലാക്കണം. ഒരുപാട് കമ്പനീസ് ഓൾറെഡി ഇത് ചെയ്യുന്നുണ്ട്. കുറെ ആക്ടിവിറ്റീസ്. ഞാൻ മുന്നേ വർക്ക് ചെയ്ത ഒരു കമ്പനിയിൽ മ്യൂസിക് പ്ലേ ഉണ്ടായിരുന്നു. ബിക്കോസ് അവിടെയുള്ള ആക്ടിവിറ്റീസ് ഒക്കെ ഒരു ഓളവും ഒരു താളത്തിലൊക്കെ ചെയ്യേണ്ട ഡ്യൂട്ടീസ് ആണുള്ളത്. അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിൽ പാട്ടുകൾ പ്ലേ ചെയ്യുമായിരുന്നു. അത് അപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്താണെന്നുണ്ടെങ്കിൽ ആളുകൾ കുറച്ചുകൂടെ ഹാപ്പിയാണ് എന്ന് എനിക്ക് തോന്നി. പിന്നെ പാട്ട് കേൾക്കുന്ന സമയത്ത് ആളുകൾ കുറച്ചുകൂടെ ഹാപ്പിയാണ്. സമ്മർ ഇൻ ബെത്ലഹേമിൽ സുരേഷ് ഗോപി മറ്റേ പാട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് പശുക്കൾക്ക് അധികം പാല് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പൊ അത് ഇതിന്റെ ഒരു എക്സാമ്പിൾ മാത്രമാണ്. അപ്പോൾ ഇത് നമ്മുടെ ലൈഫിലേക്ക് നമ്മൾ എങ്ങനെ കൊണ്ടുവരാം എന്നുള്ളത് നോക്കിക്കഴിഞ്ഞാൽ, നമ്മൾ പാട്ട് കേൾക്കില്ലേ, അതിന് പകരം നമ്മൾ പാട്ട് പാടുക, അത് ആക്ഷൻ ചെയ്യുക. ഇനി അപ്പോൾ രണ്ടാമത്തെ ഒരു കേസ്, നമ്മൾ എന്തെങ്കിലും മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് പഠിക്കുക. അപ്പോൾ നമ്മൾ മ്യൂസിക് ആക്ഷൻ ചെയ്യുന്ന സമയത്ത് കൂടുതലായിട്ട് നമ്മുടെ ബ്രെയിനിലെ എല്ലാ ന്യൂറോൺസും ഒരുമിച്ച് പ്രവർത്തിക്കുകയും ചെയ്യും. അത് നമുക്ക് ഈ ന്യൂറോൺസ് എനർജൈസ് ചെയ്യും. എനർജൈസ് ആകുമ്പോൾ നമുക്ക് കൂടുതലായിട്ട് നമ്മുടെ ലൈഫിൽ എന്ത് കാര്യം നേടാൻ ഈസി ആയിരിക്കും. ഓക്കെ, ഇത് റിലേറ്റ് ചെയ്തിട്ടൊരു സാധനം ഞാൻ ബുക്കിൽ വായിച്ചിട്ടുണ്ട്. വളരെ സൊസൈറ്റിയിൽ ഹയർ ക്ലാസ്സിലിരിക്കുന്ന ആളുകൾ അവരുടെ മക്കളെ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് പഠിപ്പിക്കും. ഓക്കെ, അത് ആ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് പഠിപ്പിച്ചിട്ട് ആ സ്ട്രീമിൽ ഫേമസ് ആവാനല്ല. അവർ ചിലപ്പോൾ ഒരു ബിസിനസ് റൺ ചെയ്യുന്ന ആൾക്കാരായിരിക്കാം, അല്ലെങ്കിൽ ബാങ്കിങ്ങിലുള്ള ആൾക്കാരായിരിക്കാം, വേറെ സ്ട്രീമിലുള്ള ആൾക്കാരായിരിക്കാം. പക്ഷെ അവർ മ്യൂസിക് പഠിപ്പിക്കുന്നത് ഈ ചെറുപ്പത്തിൽ മ്യൂസിക് പഠിപ്പിക്കുമ്പോൾ, ഏതെങ്കിലും ഇൻസ്ട്രുമെന്റ് പഠിക്കുമ്പോൾ നീ പറഞ്ഞ ബ്രെയിനിൻ്റെ സ്പേഷ്യൽ റെക്കഗ്നിഷനും ആ സ്കില്ലൊക്കെ ഇമ്പ്രൂവ് ആവും. അത് ആക്ച്വലി ആ ഒരു ആക്ടിവിറ്റി ഇവർ അല്ല, ഞാൻ മ്യൂസിക് പഠിച്ചിട്ട് എനിക്കൊന്നും ഇൻക്രീസ് ആയില്ലല്ലോ എന്ന് ഞാൻ ആലോചിച്ചാണ്. അതെനിക്ക് ശരി വന്ന് അത് കേട്ടിക്കോ. കുറേ പാട്ട് പഠിച്ചു, ഒരു കാര്യമില്ല. അത് കാര്യമില്ല എന്ന് നിനക്ക് തോന്നുന്നതാണ്. ശരിയാ. നീ ഇപ്പൊ ചിലപ്പോ റീസണിങ് ചെയ്യുന്നതും ചില കാര്യങ്ങൾ അനലൈസ് ചെയ്യുന്നതും ചിലപ്പോൾ ആ സ്കില്ലിലൂടെ നേടിയതായിരിക്കാം. നമുക്കൊരു വിഷമം ഉണ്ടായി, ഒരു ബ്രേക്കപ്പ് എന്ന് സങ്കല്പിക്കാം. നമ്മൾ ആ ബ്രേക്കപ്പ് സംഭവിക്കുന്ന സമയത്ത് വീണ്ടും ബ്രേക്കപ്പ് സോങ് കേൾക്കും. ഇല്ലെങ്കിൽ നമുക്കറിയാം ചില സോങ് കേട്ട് കഴിഞ്ഞാൽ നമുക്ക് വിഷമം വരുന്നു. ബ്രേക്കപ്പ് ഒന്നും ഉണ്ടായിട്ടില്ല, ചില സോങ് കേട്ടാൽ നമുക്ക് വിഷമം വരുമെന്ന് അറിയാം. എന്നാലും നമ്മൾ ആ പാട്ടിരുന്ന് കേട്ടിട്ട് വിഷമിക്കും. ഇതെന്തുകൊണ്ടാണ്? രണ്ട് റീസൺ കൊണ്ടാണ്. ആദ്യത്തെ റീസൺ നീ നേരത്തെ പറഞ്ഞതുപോലെ അമ്മ അടുത്തുള്ളപ്പോൾ ആ പാട്ട് വെച്ച് കൊടുത്താൽ അമ്മയുടെ കണ്ണിൽ വെള്ളം വരും, അറ്റുനൂറ്റുണ്ടായ ഒരു ഉണ്ണി എന്നുള്ള സോങ് പറഞ്ഞില്ലേ. ഇതെന്താ സംഭവിക്കുന്നതെന്നുണ്ടെങ്കിൽ, നമ്മൾ വിഷമമുള്ള ഒരു സോങ് കേൾക്കുമ്പോൾ നമുക്ക് വിഷമം വരുന്നത് അതിൻ്റെ ആക്ച്വൽ റീസൺ എന്തായിരിക്കും? ആ പാട്ടിൻ്റെ സിനേറിയോയിലുള്ള സ്റ്റോറി നമുക്ക് ഓർമ്മ വന്നിട്ടുണ്ടാവാം, അത് നമ്മളെ വിഷമിപ്പിച്ചിട്ടുണ്ടാവാം. നമുക്കൊരു എംപതി ഫീലിംഗിൽ ഒരു വിഷമം വന്നിട്ടുണ്ടാവും. ഈ വിഷമം വരുന്ന സമയത്ത് ആ വിഷമത്തിനെ നള്ളിഫൈ ചെയ്യാൻ വേണ്ടി നമ്മുടെ ബ്രെയിൻ ഒരു ഹോർമോൺ റിലീസ് ചെയ്യും. അതാണ് പ്രൊലാക്റ്റിൻ. നമ്മുടെ ബ്രെയിനിന് അറിയില്ല നമുക്കുണ്ടായ വിഷമം ഒരു മ്യൂസിക് കേട്ടിട്ടാണോ അതോ ഒരു റിയൽ ത്രെട്ട് എന്നാണോ വിഷമം ഉണ്ടായെന്നുള്ളത് ബ്രെയിനിന് അറിയില്ല. ബ്രെയിൻ വിഷമം ഉണ്ടായി കഴിഞ്ഞാൽ പ്രൊലാക്റ്റിൻ റിലീസ് ആവുള്ളത്. നമ്മൾ വിഷമമുള്ള ഒരു സോങ് കേൾക്കുമ്പോൾ ആ സോങ്ങിന്റെ സിറ്റുവേഷനിൽ നമുക്ക് വിഷമം വരും. ഇപ്പോൾ പപ്പയുടെ സ്വന്തം അപ്പൂസില എന്നുള്ളത് ഒരു ട്രാജിക് സ്റ്റോറിയാണ്. ആ ട്രാജിക് സ്റ്റോറിയിലെ മ്യൂസിക് കേൾക്കുമ്പോൾ ആ സ്റ്റോറിയിലുള്ള കഥാപാത്രങ്ങളുടെ എംപതി ഫീലിംഗ് നമുക്ക് വിഷമം വരും. അതൊരു റിയൽ ത്രെട്ട് അല്ല. കറക്റ്റ് അല്ലേ? ഇനി നമുക്ക് ആ സിറ്റുവേഷൻ വരുമ്പോൾ ഇത് റിയൽ ത്രെട്ട് ആണ്. ബ്രെയിനിന് പക്ഷേ അറിയില്ല ഇത് റിയൽ ത്രെട്ട് ആണോ റിയൽ ത്രെട്ട് അല്ലേ എന്നുള്ളത്. ബ്രെയിനിന് വിഷമാവും. ബ്രെയിനിന് വിഷമാവുമ്പോൾ ബ്രെയിൻ പ്രൊലാക്റ്റിൻ റിലീസ് ആവും. പക്ഷേ പ്രൊലാക്റ്റിൻ റിലീസ് ആവുന്ന സമയത്ത് നമുക്കൊരു കംഫർട്ട് ഫീലിംഗ് വരും. ആ കംഫർട്ട് ഫീലിംഗ് കൊണ്ട് നമ്മൾ മനസ്സിലാക്കും ഇത് റിയൽ ത്രെട്ട് അല്ല, അതൊരു സിനിമയായിരുന്നു, അതൊരു പാട്ടായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കും. അപ്പം നമുക്കൊരു എക്സ്ട്രാ കംഫേർട്ട് കിട്ടും. നമ്മൾ നല്ലോണം വേർതിരിക്കുന്ന സമയത്ത് ഫാനിൻ്റെ ചോട്ടിൽ പോയിട്ട് കാറ്റ് കൊള്ളായിരിക്കില്ലേ, അതേ ഫീലിംഗ് തന്നെയാണ് ഈ പ്രൊലാക്റ്റിൻ റിലീസ് ആകുമ്പോൾ ഉണ്ടാവുക. ഒരു വ്യത്യാസം എന്താണെന്നുണ്ടെങ്കിൽ പ്രൊലാക്റ്റിൻ റിലീസ് ആകുമ്പോൾ ഒരു റിയൽ ത്രെട്ട് ഇല്ല. പാട്ട് കേൾക്കുന്ന സമയത്ത്, വിഷമുള്ള പാട്ട് കേൾക്കുന്ന സമയത്ത് ഇമാജിൻഡ് ആയിട്ടുള്ളൊരു ത്രെട്ടാണ്. പക്ഷേ നമ്മൾക്കൊരു റിയൽ ത്രെട്ട് ഉണ്ടെങ്കിൽ നമുക്ക് പ്രൊലാക്റ്റിൻ റിലീസ് ആയാലും കംഫർട്ട് കിട്ടില്ല. അവിടെ റിയൽ ത്രെട്ട് ഉണ്ട്. എന്തിനാ നമ്മളിപ്പോൾ അങ്ങനെ വിഷമം തോന്നിയിട്ട് നമ്മൾ എന്തിനാ വേർക്കുന്ന സമയത്ത് ഫാനിൻ്റെ ചൂട്ടിലിരിക്കുന്നത്? അത് മനസ്സിലായി, അതേപോലെ തന്നെ ആ എഫക്റ്റ് എനിക്ക് മനസ്സിലായി. പക്ഷെ നമ്മളിപ്പോൾ
ഒരു മനുഷ്യൻ ചിന്തിക്കില്ല, അതായത് അവിടെ പോയി വീഡിയോയിൽ വരുത്താം പറഞ്ഞോ, ഈ പാട്ട് കേൾക്കണം, അതായത് ഇന്ന പോലെ ഒരു വിഷമത്തിൽ പാട്ട് പ്ലേ ചെയ്യണം, അതോ അത് ഡിഫറെൻ്റ് ആണ്. അതായത് നമുക്കൊരു വിഷമം വരുന്ന സമയത്ത് നമ്മൾ വീണ്ടും ആ പാട്ടിനെ കേട്ട് വിഷമം ഇൻറ്റൻസിഫൈ ചെയ്യുന്നത് ഞാൻ പറയാൻ പോകുന്നേ ഉള്ളൂ. അത് വാലിഡേഷൻ സീക്ക് ചെയ്യുന്നതാണ്. ഓക്കെ, നമുക്കൊരു റിയൽ ലൈഫ് ട്രാജഡി ഉണ്ട്, നമുക്കൊരു വിഷമം സംഭവിച്ചു, പക്ഷേ നമ്മളുടെ സർക്കംസ്റ്റാൻസും സറൗണ്ടിങ്സും ഒന്നും അതായിട്ട് മാച്ച് ആവുന്നില്ല എന്ന് സങ്കല്പിക്കുക. ബാക്കി എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിട്ട് നടക്കുന്നുണ്ട്, നമുക്ക് മാത്രമേ പ്രശ്നമുള്ളൂ. അപ്പോൾ നമ്മുടെ ബ്രെയിനിൻ്റെ ഒരു പ്രശ്നം എന്നാൽ നമുക്ക് എപ്പോഴും വാലിഡേഷൻ വേണം, എപ്പോഴും ഒരു എക്സ്ട്രാ ചെക്ക് വേണം നമുക്കത് എൻഷുർ ചെയ്യാൻ വേണ്ടി. അപ്പോൾ നമുക്ക് ബ്രേക്കപ്പ് ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ ബ്രേക്കപ്പുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള മൂവിയിലുള്ള സോങ്ങും അതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസും കേട്ട് വാലിഡേറ്റ് ചെയ്യും. ആ വാലിഡേഷന് വേണ്ടിയിട്ടാണ് നമ്മൾ വീണ്ടും വീണ്ടും ഇൻറ്റൻസിഫൈ ചെയ്ത് പാട്ട് കേൾക്കുന്നത്. നമുക്ക് എന്ത് എക്സ്പീരിയൻസ് ഉണ്ടായാലും നമ്മളത് വാലിഡേറ്റ് ചെയ്യാൻ നോക്കും, ഒരു ഡബിൾ ചെക്ക് ചെയ്യും. അത് ബ്രെയിനിൻ്റെ ഒരു നേച്ചറാണ്. ഞാനും ജോബുഷും ഇത്ര നേരം മ്യൂസിക്കിനെ കുറിച്ച് സംസാരിച്ചത് മുഴുവൻ മ്യൂസിക് ഒരു ലീഗലായിട്ടുള്ള ഡ്രഗാണ്. മ്യൂസിക് ഈസ് എ ലീഗൽ ഡ്രഗ്. നിങ്ങൾക്ക് മ്യൂസിക്കിനെ ഉപയോഗിച്ച് നിങ്ങളുടെ ഫ്ലോ സ്റ്റേറ്റിലേക്ക് എത്താനും നിങ്ങൾക്കൊരു ടഫ് ടൈം വരുന്ന സമയത്ത് ആ ടഫ് ടൈമിനെ പുഷ് ചെയ്ത് കൊണ്ടുപോകാനും നമുക്കൊരു വിഷമം വരുന്ന സമയത്ത് ആ വിഷമത്തിനെ ഇൻറ്റൻസിഫൈ ചെയ്യാനും എല്ലാത്തിനും ഉപയോഗിക്കാൻ പറ്റും മ്യൂസിക്. സോ ചൂസ് യുവർ മ്യൂസിക് വൈസ്ലി. Rakesh and Jobush will come up with another good episode. Thanks for watching.